ഒടുവിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും തീവ്ര വർഗീയത നിറഞ്ഞ സംഘപരിവാർ അജണ്ട മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. വഖഫ് ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ളവ നടപ്പ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന നയപ്രഖ്യാപനം ഈ സർക്കാർ വർഗീയതയുടെ ഏതറ്റം വരെയും പോകുമെന്നതിന് തെളിവാണ്. വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ബിൽ അവതരിപ്പിക്കുന്നത്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ബിൽ അവതരിപ്പിക്കുകയാണ്. വർഗീയ അജണ്ടകളിലൂടെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധി, വികസന മുരടിപ്പ് എന്നിവയിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിച്ചുവിടുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തം. അതോടൊപ്പം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പ് മൂർച്ഛിപ്പിക്കുക, ന്യൂനപക്ഷങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളുമുണ്ട്. ഇസ്ലാമിക മതവിശ്വാസികൾ തങ്ങളുടെ സ്വത്തുക്കൾ മതപരമോ ജീവകാരുണ്യമോ ആയ പ്രവർത്തനങ്ങൾക്ക് ദാനം ചെയ്യുന്ന സ്വത്താണ് വഖഫ് സ്വത്ത്. ഇങ്ങനെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വഖഫ് സ്വത്തുണ്ട്. അതത് സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡാണ് അവ കൈകാര്യം ചെയ്യുന്നതും. രാജ്യത്ത് ഏതാണ്ട് 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട്. ഇതിന് ഏതാണ്ട് 1.2 ലക്ഷം കോടി രൂപ വിലമതിക്കുന്നു. ഇതിൽ തന്നെ 27% UP-യിലാണ്. ബംഗാളിലും പഞ്ചാബിലും 9% വീതമുണ്ട്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും കോടികൾ വിലമതിക്കുന്ന വഖഫ് സ്വത്തും കൈപ്പിടിയിലാക്കാനുള്ളതാണ് ബില്ല്. അതിനായി കേന്ദ്ര വഖഫ് കൗൺസിലിനെയും സംസ്ഥാന ബോർഡുകളെയും നിയന്ത്രണത്തിലാക്കണം. കൗൺസിലിലും ബോർഡിലും മുസ്ലിങ്ങളില്ലാത്ത 2 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് ഒരു ബില്ല്. അതോടൊപ്പം CEO ആയി നിയമിക്കപ്പെടുന്ന ആളും മുസ്ലിം ആകണമെന്നില്ല. നിലവിൽ മുസ്ലിം MP-മാർ, MLA-മാർ, ബാർ കൗൺസിൽ അംഗങ്ങൾ, മുതവല്ലിമാർ എന്നിവരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവരായിരുന്നു അംഗങ്ങൾ. ഭേദഗതി ബിൽ അനുസരിച്ച് എല്ലാ അംഗങ്ങളെയും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുമെന്ന്. ഇതോടെ കേന്ദ്ര വഖഫ് കൗൺസിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ബോർഡുകളും പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലുമാകും. ഇതോടെ തർക്കഭൂമികളാകെ കൈപ്പിടിയിലാക്കുകയാണ് ലക്ഷ്യം. ബാബറി മസ്ജിദ് പൊളിച്ചതും ആ പ്രദേശമാകെ കൈപ്പിടിയിലാക്കിയതിനും സമാനമാണ് ഈ നിയമ ഭേദഗതിയും. മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വഖഫ് ഭൂമി അവരുടെ മതപരമായ ആവശ്യങ്ങൾക്കും വഖഫ് നൽകിയ വ്യക്തികൾ നിർദ്ദേശിക്കുന്ന ആവശ്യങ്ങൾക്കും മാത്രം ഉപയോഗിക്കേണ്ടുന്ന ഭൂമിയിൽ അധികാരം സ്ഥാപിക്കൽ. ഹിന്ദുമത വിശ്വാസികളുടെ ആരാധനാലയങ്ങളുടെ അവകാശമുള്ള ദേവസ്വം ബോർഡുകളിൽ ഇതര മതസ്ഥരെ തിരികെ കയറ്റിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്തരം സ്ഥാപനങ്ങളിൽ ഇതര മതസ്ഥരെ ജീവനക്കാർ ആക്കുവാൻ പോലും അനുവദിക്കാത്ത മതനിരപേക്ഷ രാജ്യത്താണ് മുസ്ലിങ്ങളുടെ സ്വത്ത് കൈയടക്കാൻ നിയമനിർമ്മാണം തന്നെ നടത്തുന്നത്. ബിൽ കൊണ്ടുവരുന്നതിന് മുന്നോടിയായുള്ള സംയുക്ത പാർലമെന്ററി സമിതിയിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച മുഴുവൻ ഭേദഗതികളും തള്ളുകയും ഭരണപക്ഷം വർഗീയ ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഭേദഗതികൾ അതേപടി അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈ ഭേദഗതികളോടെയുള്ള വഖഫ് നിയമ ഭേദഗതിക്കാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതീവ ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഈ തീരുമാനം മതനിരപേക്ഷതയ്ക്ക് നേർക്കുള്ള മറ്റൊരു ആണിയടി കൂടിയാണ്. മതനിരപേക്ഷ ഇന്ത്യയെ തകർത്ത് മതാധിഷ്ഠിത ഇന്ത്യ സൃഷ്ടിക്കാനുള്ള അത്യന്തം അപകടകരമായ നീക്കമായി ഇതിനെ കാണാൻ കഴിയൂ.